الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وقال الله تعالى في كتابه العزيز أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون وقال رسول الله صلى الله عليه وسلم خيركم من تعلم القرآن وعلمه أو كما قال رسول الله صلى الله عليه وسلم. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പുണ്യമായ ഈ മാസത്തിലെ നോമ്പിനെയും രാത്രിയിൽ ദീർഘനേരം നിന്ന് നമസ്കരിച്ച തറാവീഹിനെയും അതുപോലെ തന്നെ ഖിയാമുൽ ലൈൽ പോലുള്ള എല്ലാ സൽക്കർമ്മങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഇബാദത്തുകളിൽ വന്നുപോയ പിഴവുകൾ അതെല്ലാം തന്നെ പരിഹരിച്ച് അല്ലാഹു വാഗ്ദാനം ചെയ്ത ആ എല്ലാ വാഗ്ദാനങ്ങളും നേടിയെടുക്കുന്ന അനുഗ്രഹീതരായ അള്ളാഹുവിൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു നാം ഏവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, വളരെ പരിശുദ്ധമായ ഖുർആനിൻ്റെ മാസത്തിലാണ് നാം ഓരോരുത്തരും ഉള്ളത്. വിശുദ്ധ ഖുർആൻ അവതരിച്ച അനുഗ്രഹീതമായ മാസത്തിലാണ്. അതുകൊണ്ട് തന്നെ എവിടെ നോക്കിയാലും പുണ്യ റമളാൻ കടന്നു വരുന്ന സമയത്ത് ഖുർആനുമായിട്ടുള്ള അഭേദ്യമായ ഒരു ബന്ധവും അതേപോലെ തന്നെ സത്യവിശ്വാസികൾക്ക് ഖുർആനിനോടുള്ള ഒരു അടുപ്പവും എല്ലാ നിലയിലും ഖുർആനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമുക്ക് എവിടെയും കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ അനുഗ്രഹീതമായ ഈ പുണ്യമാസത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ ഒരു വാർഷിക മാസവും കൂടിയാണ്. വിശുദ്ധ ഖുർആൻ ഈ പുണ്യ റമളാനിലാണ് അവതരിച്ചത്. ഈ ഖുർആനുമായി ബന്ധപ്പെട്ട് നമുക്ക് ആദ്യമായി ഒരു സംഭവം നമുക്ക് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ കേൾക്കുന്നത് നല്ലതാണ്. ഒരു മഹാൻ ഒരു സദസ്സിൽ തൻ്റെ സദസ്സിലുള്ള ആളുകളോട് ചോദിക്കുകയാണ്. അവർ പറഞ്ഞ ഒരു സംഭവമാണ്. ഒരു ഉമ്മ വളരെ കാലങ്ങൾക്ക് മുമ്പാണ്, ഈ സോഷ്യൽ മീഡിയ അതുപോലുള്ള മറ്റുള്ള മുഴുവൻ കടന്നു വരവിന് വളരെ മുമ്പായിട്ടുള്ള ഒരു സംഭവമായിട്ട് അദ്ദേഹം പറയാണ്. ആ ഉമ്മയുടെ ലാസ്റ്റ് മകൻ, അവസാനത്തെ ആ മകൻ തൻ്റെ നാട്ടിൽ നിന്ന് ഒരു വിദേശത്തേക്ക് യാത്ര പോവുകയാണ്. ജോലിയുമായി ബന്ധപ്പെട്ട് യാത്ര പോവുകയാണ്. അങ്ങനെ ആ ഉമ്മ വളരെ ഖേദത്തോടും ദുഃഖത്തോടു കൂടി ആ മകൻ്റെ വേർപാട് സഹിക്കാൻ, നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അത് സഹിച്ച് ആ മകനെ യാത്രയാക്കുകയാണ്. തുടർന്നുള്ള ഓരോ നിമിഷവും തൻ്റെ മകൻ്റെ ഓർമ്മയിൽ കഴിഞ്ഞുകൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ആ കാലത്ത് കത്തിൻ്റെമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കത്ത് ഇടപാടുകൾ, വിശേഷങ്ങൾ അറിയാൻ കത്ത് മുഖേന മാത്രമേ സാധ്യമാകുന്നൊരു കാലഘട്ടത്തിലാണ്. അങ്ങനെ ആ മകൻ്റെ കത്ത് പ്രതീക്ഷിച്ച് ആ ഉമ്മ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഒരു മാസം അത് കഴിയുമ്പോൾ മകൻ്റെ ആ വിവരങ്ങൾ അടങ്ങിയ ആ കത്ത് ആ ഉമ്മയുടെ കൈകൾ കിട്ടുകയാണ്. ആ കാലഘട്ടത്തിലായതുകൊണ്ട് ഉമ്മ മക്കളെ ഉയർന്ന നിലയിൽ പഠിപ്പിക്കാനും അല്ലെങ്കിൽ മക്കളെ വളർത്തുന്നതിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ ആ ഉമ്മക്ക് എഴുതാനും വായിക്കാനൊന്നും അറിയാത്ത അങ്ങനെയുള്ള ഒരു സ്ത്രീയായിരുന്നു. അതുകൊണ്ട് ആ മകൻ എഴുതിയ കത്ത് അതിലെന്താണ് എന്നുള്ള ആ അതിയായ ആഗ്രഹത്തിൽ ആ കിട്ടിയ വേളയിൽ തന്നെ തങ്ങളുടെ അടുത്ത വീടുകളിൽ, കുട്ടികളൊന്നും വീടുകളിൽ ഇല്ലാത്തതുകൊണ്ട് അടുത്ത വീട്ടിലേക്ക് ആ ഉമ്മ പോവുകയാണ്. അങ്ങനെ അയൽവാസിയോട് ആ കത്തിൽ വിവരങ്ങൾ അറിയാണ്. അങ്ങനെ ഓരോ വിവരവും വളരെ സന്തോഷത്തോടു കൂടി അത് കേൾക്കുകയും അങ്ങനെ വളരെ സ്നേഹത്തോടു കൂടി ആ നെഞ്ചിലേക്ക് ആ കത്തിനെ ചേർത്ത് വെക്കുകയാണ്. തൻ്റെ മകൻ്റെ വിശേഷങ്ങൾ ഓരോന്നും ആ അയൽവാസി പറയുമ്പോൾ ആ മകനെ നേർക്ക് നേരെ കാണുന്നത് പോലെ, ആ മകൻ എന്നോട് പറയുന്നത് പോലെ അതിൻ്റെ ഓരോ വരികളും ആ ഉമ്മക്ക് അനുഭവപ്പെടുകയാണ്.
അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി ഒരൽപ്പം മകൻ്റെ വേർപാടിൻ്റെ ദുഃഖത്തോടുകൂടി ആ കത്തുകൾ ഹൃദയത്തോട് ചേർത്ത് ആ ഉമ്മ വീട്ടിലേക്ക് മടങ്ങി. ഇങ്ങനെ ഓരോ അടുത്ത മാസം വന്നു. അങ്ങനെ ആ താല്പര്യത്തോടുകൂടി അടുത്ത വീട്ടിലേക്ക് പോകുമ്പോൾ ആ അയൽവാസി അവിടുന്ന് യാത്രയായി. അങ്ങനെ തൻ്റെ കൊച്ചുമക്കൾ വരുന്നത്, സ്കൂൾ വിട്ട് വരുന്നത് കാത്ത് വളരെ താമസിച്ച് അങ്ങനെ വൈകുന്നേരം മക്കൾ വന്നപ്പോൾ, ചെറുമക്കൾ വന്നപ്പോൾ അവരെ കൊണ്ട് വായിപ്പിക്കുകയാണ്. അങ്ങനെ ആ വിവരങ്ങൾ അറിയുകയാണ്. അങ്ങനെ ഈ കത്ത് കിട്ടുന്ന സമയത്ത് മക്കൾ വരുന്നത് വരെ കാത്തിരിക്കേണ്ടി വരുന്ന ആ ഒരു ദൈർഘ്യം, എൻ്റെ മകൻ എന്നോട് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേറൊരു ആളുടെ ഒരു മാധ്യമം സ്വീകരിക്കേണ്ടി വരുമല്ലോ എന്നതിൻ്റെ പേരിൽ ആ ഉമ്മ എഴുത്ത് പഠിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ആ മകനോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ മകൻ എന്നോട് പറയുന്ന കാര്യങ്ങൾ നേർക്കുനേരെ മനസ്സിലാക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ ആ ഉമ്മ എഴുത്ത്, ആ ചെറുമക്കളുടെ സഹായത്തിൽ അങ്ങനെ എഴുത്ത് വായിച്ച് കൂട്ടിച്ചേർത്ത് വായിക്കുകയാണ്. അങ്ങനെ നല്ല രീതിയിൽ വായിക്കാൻ കഴിയാൻ തുടങ്ങിയപ്പോൾ അങ്ങനെ അടുത്ത കത്തുകൾ ആ സ്നേഹത്തോടുകൂടി, വളരെ ആഗ്രഹത്തോടുകൂടി, താല്പര്യത്തോടുകൂടി, മുമ്പുള്ളതിനേക്കാളും കൂടുതൽ സ്വന്തമായിട്ട് മകൻ എഴുതിയ ഓരോ വാക്കുകളും വായിക്കാൻ സാധിച്ചതിൻ്റെ പേരിൽ ആ ഉമ്മ വളരെയധികം സന്തോഷിക്കുകയാണ്. ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുകയാണ്. മകൻ പറഞ്ഞ, അല്ലെങ്കിൽ മകനെ നേർക്കുനേരെ ആലിംഗനം ചെയ്യുന്നത് പോലെ മകൻ്റെ ഓരോ വിവരങ്ങളും എഴുതിയ ആ കത്തിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയാണ്. ആ മകനോടുള്ള ആ ഉമ്മയുടെ സ്നേഹമാണ്. എന്നിട്ട് ആ മഹാൻ തൻ്റെ സദസ്സിലുള്ള ആളുകളോട് ചോദിക്കുകയാണ്, ഈ ഉമ്മക്ക് ഈ മകനോട് സ്നേഹമുണ്ടോ? ആൾക്കാർ പറഞ്ഞു, അതെ, ആ സ്നേഹത്തിൻ്റെ പേരിലാണല്ലോ എഴുത്തും വായനയും അറിയാത്ത ഉമ്മ എഴുത്തും വായന കാലങ്ങൾക്ക് ശേഷം പഠിച്ച് മനസ്സിലാക്കി ആ മകൻ്റെ ഓരോ വിവരവും കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എഴുത്ത് പഠിച്ചത്. അത് ആ സ്നേഹത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. എന്നിട്ട് ആ മഹാൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഇതേപോലെ തന്നെയാണ് സത്യവിശ്വാസികളെ, നിങ്ങളുടെ റബ്ബ് ഈ ഉമ്മക്ക് തൻ്റെ മക്കളോട് എത്രത്തോളം സ്നേഹമുണ്ടോ ഇതിനേക്കാളും 100 ഇരട്ടി സ്നേഹമാണ് അള്ളാഹു നിങ്ങളെ പടച്ച അള്ളാഹു സുബ്ഹാനഹു തആലാക്ക് തൻ്റെ അടിമകൾ അത്രത്തോളം ഇഷ്ടമാണ്. എന്നിട്ട് അള്ളാഹു തൻ്റെ കാര്യങ്ങൾ, തൻ്റെ ഓരോ നിർദ്ദേശങ്ങൾ ഏതുപോലെ ആ മകൻ തൻ്റെ ഉമ്മക്ക് എഴുതി കൊടുക്കുന്നത് പോലെ അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾ ഓരോരുത്തരിലേക്കും അവൻ നിങ്ങളോട് സംവദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവൻ ഓരോ കാര്യങ്ങൾ എൻ്റെ അടിമകൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ്. അതാണ് അള്ളാഹു പറയുന്നത്, ഉബല്ലീകും റിസാലാത്തി റബ്ബി, എൻ്റെ റബ്ബിൻ്റെ റിസാലത്ത് കത്താണ്, ഫീഹി ദിക്റുകും അഫലാ തഅഖിലൂൻ, അതിൽ അള്ളാഹുവിൻ്റെ സ്മരണയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഈ വിശുദ്ധ ഖുർആനിൽ ഓരോ വാക്കുകളും അത് അള്ളാഹു നമ്മളോട് നേർക്കുനേരെ പറയുകയാണ്. ആ പറയാൻ അള്ളാഹു സുബ്ഹാനഹു തആല പറയുമ്പോൾ അത് വെറും കത്ത് ഏതുപോലെ ഒരാൾ അത് വായിക്കാൻ മാത്രം മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ വായിക്കാൻ മാത്രം അറിയുന്നു, അതിൻ്റെ അർത്ഥം അറിയുന്നില്ലെങ്കിൽ എത്ര വലിയ സാഹിത്യമാണെങ്കിലും, എത്ര വലിയ ആഴത്തിൽ സ്നേഹത്തിൻ്റെ ഹൃദയാന്തരങ്ങളിൽ നിന്ന് എഴുതിയ കത്തിൻ്റെ വരികളാണെങ്കിലും ആ കത്തിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കാൻ ആ വ്യക്തിക്ക് സാധിക്കാത്തതുപോലെ നമ്മൾ ഓരോരുത്തരോടും ഓരോ അടിമകളോടും അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളോട് പറയുകയാണ്. അതുകൊണ്ട് യാ അയ്യുഹന്നാസ്, സ്നേഹത്തോടുകൂടി അയ്യുഹൽ മുഅ്മിനൂൻ, ആ മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്. ഹൃദയത്തിൽ ഏതുപോലെ ആ ഉമ്മ മകൻ ആ സ്നേഹം ഏതുപോലെയാണോ ഇതേപോലെ ഓരോ കാര്യങ്ങളും അടിമകളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്. അതുകൊണ്ട് ആ ഒരു നിലയിൽ അല്ലാഹു സുബ്ഹാനഹു തആല അവതരിച്ച ആ വിശുദ്ധ ഖുർആൻ അത് നമ്മിലേക്ക്, നമ്മുടെ കൈകളിൽ ഉണ്ട്. ആ ഖുർആൻ നമ്മൾ വെറും വായിക്കുക മാത്രമാണ്, അല്ലെങ്കിൽ അത് കാണാതെ പഠിക്കുന്നു. അതിൻ്റെ ആശയങ്ങൾ, അതിൻ്റെ അർത്ഥങ്ങൾ എന്താണ് എൻ്റെ റബ്ബ് എന്നോട് ഈ വചനത്തിൽ കൂടി പറയുന്നത് എന്ന് കൃത്യമായി ആ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നാം അത് ഓതുന്നത് എന്തായാലും പുണ്യം തന്നെയാണ്. പരിശുദ്ധ ഖുർആൻ അത് നോക്കുന്നതും പുണ്യമാണ്, അത് വായിക്കുന്നതും അതുപോലെ അത് വിക്കി വായിക്കുന്നതും എല്ലാം പുണ്യമാണ്. പക്ഷേ വേണ്ട രൂപത്തിൽ യഥാർത്ഥത്തിൽ അത്
പ്രധാനമായിട്ടും അത് അള്ളാഹു നമ്മളോട് പറയുന്ന കാര്യങ്ങൾ അത് കൃത്യമായി ഹൃദയം കൊണ്ട് നാം വായിക്കാൻ, നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചാലാണ് ആ ഖുർആനോടുള്ള കടമ, അള്ളാഹു നമ്മളോട് പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ അത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമാണ് നമുക്ക് വേണ്ട രൂപത്തിൽ ആ ഖുർആൻ നമ്മളെ നയിക്കുകയും ആ ഹിദായത്ത് നമുക്ക് വേണ്ട രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറ, ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹി അഖ്വം, ഏറ്റവും ഉത്തമമായ കാര്യത്തിലേക്കാണ് ഈ വിശുദ്ധ ഖുർആൻ നമ്മളെ നയിക്കുന്നത്. പക്ഷെ നമ്മൾക്ക് ആ വിശുദ്ധ വചനങ്ങൾ നമുക്ക് 60, 50, 20, 30, 40 വയസ്സുകളായി. ഈ കാലയളവിൽ വിശുദ്ധ ഖുർആനിൻ്റെ 6000-ലധികം ആയത്തുകളിൽ ഏതെങ്കിലും ഒരു ആയത്തിനെ ചൂണ്ടിക്കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുമോ, എൻ്റെ ഖുർആൻ എന്നെ ഇന്ന കാര്യത്തിലേക്ക് എന്നെ ക്ഷണിച്ചു, ഈ ഖുർആനിൻ്റെ വചനം എന്നെ ഇന്ന ഹറാമിൽ നിന്ന് എന്നെ പുറകോട്ടടിപ്പിച്ചു, ഈ വിശുദ്ധ വചനങ്ങൾ നരകത്തിൻ്റെ കുറിച്ചുള്ള ഈ പരാമർശം, അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള പേടി എൻ്റെ മനസ്സിലുണ്ടായി, ഞാൻ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ എനിക്ക് സാധിച്ചു എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ഏത് വചനങ്ങൾ എടുത്തുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെ സാധിക്കുന്നില്ല എങ്കിൽ ആ ഹിദായത്ത് വേണ്ട രൂപത്തിൽ നമുക്ക് കിട്ടുകയില്ല. അള്ളാഹു പറയുന്നു, ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഈ ഒരൊറ്റ വചനത്തിൽ ഹിദായത്ത്, ഹുദ എന്ന വാക്ക് 2 പ്രാവശ്യം ആവർത്തിച്ച് വരികയാണ്. വിശുദ്ധ ഖുർആനിൽ അൽ ഹുദ എന്ന വാക്ക് 79-ലധികം പ്രാവശ്യം നമുക്ക് കാണാൻ സാധിക്കും. ആ ഹിദായത്ത് വേണ്ട രൂപത്തിൽ നമുക്ക് ഹൃദയത്തിൽ നമ്മളെ ഓരോ കാര്യത്തിലും നന്മകളിലേക്ക് നമുക്ക് ക്ഷണിക്കാൻ, അല്ലെങ്കിൽ നന്മകളിലേക്ക് നമ്മൾ അടുപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ, നമ്മെ അതിന് ആ വിശുദ്ധ വചനങ്ങൾ ഈ നന്മകളിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ടോ, എല്ലാ ഹൈറുകളിലേക്കും നമ്മളെ മാടി വിളിച്ച് നന്മകളിലേക്ക് പ്രചോദനമാകാൻ സാധിക്കുന്നുണ്ടോ എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. ആ രീതിയിൽ നമുക്ക് വിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്യാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതിഹി, ലിയദ്ദബ്ബറു തദബ്ബുർ ചെയ്യാനാണ് പറയുക. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, നിങ്ങൾ ഖുർആനിനെ ഹൃദയം കൊണ്ട് മനസ്സിലാക്കുന്നില്ല. തദബ്ബുർ, അതിൻ്റെ പിറകിൽ കൂടിക്കൊണ്ട് അതിൻ്റെ അർത്ഥങ്ങൾ, അതിൻ്റെ ആശയങ്ങൾ, അതിൻ്റെ വിശാലമായ അർത്ഥ തലങ്ങൾ, അള്ളാഹു നമ്മളോട് സംവദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആ നിലയിൽ ഹൃദയം കൊണ്ട് വായിക്കാൻ നമുക്ക് സാധിക്കേണ്ടത് അത്യാവശ്യമാണ്. എങ്കിലാണ് ഈ മഹാന്മാരായിട്ടുള്ള സഹാബാക്കൾ, പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ വിശുദ്ധ വചനങ്ങൾ എത്രത്തോളം ആഴത്തിൽ സ്വാധീനിച്ചോ, പ്രവാചകന്റെ അനുയായികളായിട്ടുള്ള സഹാബാക്കളുടെ ജീവിതത്തിൽ വലിയ രീതിയിൽ പരിവർത്തനം തന്നെ കാരണമായത് ഹൃദയം കൊണ്ട് വായിക്കാൻ അവർ തയ്യാറായ സമയത്താണ്. നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ വചനങ്ങൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് അവതീർണമാകുമ്പോൾ അള്ളാഹു എന്നോട് പറയുന്ന കാര്യമാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ആ ഗൗരവം കൃത്യമായി ഉൾക്കൊള്ളുകയാണ്. ഒരു ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അനുഗ്രഹീതനായ സഹാബിയാണ്. വിശുദ്ധ ഖുർആനുമായി അഭേദ്യമായ ബന്ധമുണ്ട്. വിശുദ്ധ ഖുർആൻ വളരെ മനോഹരമായ രൂപത്തിൽ പാരായണം ചെയ്യുന്നൊരു സഹാബിയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഇരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ഇബ്നു മസ്ഊദിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഇബ്നു മസ്ഊദ് ഇഖ്റ അലൈ, എനിക്ക് നീ വിശുദ്ധ ഖുർആൻ ഒന്ന് ഓതിത്തരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, ഞാൻ താങ്കൾക്ക് ഓതിത്തരുകയാണ്. ഞാൻ എങ്ങനെയാണ് താങ്കൾക്ക് ഓതിത്തരുക? താങ്കളുടെ മേലാണല്ലോ വിശുദ്ധ ഖുർആൻ അവതരിച്ചത്, താങ്കളുടെ നാവിൽ കൂടിയല്ലേ ഞങ്ങൾ കേട്ടത്, താങ്കളല്ലേ അതിൻ്റെ ആശയങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നത്. അതുകൊണ്ട് എങ്ങനെയാണ് ഞാൻ താങ്കൾക്ക് ഓതിത്തരുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ല ഇബ്നു മസ്ഊദ്, നീ ഓത്. അങ്ങനെ വിശുദ്ധ വചനങ്ങൾ ആ സൂറത്ത് ഇങ്ങനെ ഓതാൻ തുടങ്ങി. അങ്ങനെ ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിനാ ബിക അലാ ഹൗലാഹി ഷഹീദ എന്ന ആയത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം വിവർണമായി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ബസ് അവിടെ നിർത്ത്, പാരായണം നിർത്താൻ വേണ്ടി പറഞ്ഞു. അതിനുശേഷം, കാരണം അതിൻ്റെ ആയത്ത് ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിനാ ബിക അലാ ഹുലായി ഷഹീദ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഒരു ആയത്ത്, ഇത് യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നാളെ മഹ്ശറയിൽ മുഴുവൻ സമൂഹങ്ങളും അള്ളാഹുവിൻ്റെ ആ സന്നിധാനത്തിൽ ഒരുമിച്ച് കൂടുന്ന സമയത്ത് ഓരോ പ്രവാചകന്മാരും അവരുടെ സമുദായങ്ങളുമായിട്ട് കടന്നു വരുന്ന സമയങ്ങളിൽ ആ സമുദായങ്ങളിലുള്ള ഓരോ വ്യക്തികളും ആ പ്രവാചകന്മാരെ കളവാക്കും. ഈ പ്രവാചകൻ ഞങ്ങളിലേക്ക് വിശുദ്ധ വചനങ്ങൾ എത്തിച്ച് തന്നിട്ടില്ല, നന്മകളെ പരിചയപ്പെടുത്തി തന്നിട്ടില്ല എന്ന രൂപത്തിൽ ആ ഉമ്മത്തിലെ വ്യക്തികൾ പ്രവാചകനെ കളവാക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുവരികയാണ്. അതാണ് ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ്. മുഴുവൻ ഉമ്മത്തികൾക്കെതിരായി അല്ലാഹു സുബ്ഹാനഹു തആല സാക്ഷിയായി ആ കൊണ്ടുവരുന്ന സമയം പ്രവാചകന്റെ മുമ്പിൽ മനസ്സിൽ ആ ആഖിറത്തിലെ ആ അല്ലാഹുവിൻ്റെ മഹ്ശറയിൽ ആ നിൽക്കുന്ന രംഗം കൃത്യമായി പ്രവാചകന്റെ മനസ്സിലേക്ക് അത് വരികയും അതിൻ്റെ ആ ഗൗരവം ഉൾക്കൊള്ളാൻ സാധിക്കാതെ, തുടർന്നുള്ള വചനങ്ങൾ കേൾക്കാൻ സാധിക്കാതെ പ്രവാചകൻ അവിടെ നിർത്താൻ വേണ്ടി പറയുകയാണ്. ഇതാണ് പ്രവാചകന്റെ ഓരോ ആയത്തുകളോടുള്ള സമീപന രീതി. ഇത് പ്രവാചകൻ അതേപോലെ മറ്റൊരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു രാത്രി ഒരായത്ത് മാത്രം ഇൻ തുഅസ്സിബുഹും ഫഇന്നഹും ഇബാദുക വഇൻ തഗ്ഫിർ ലഹും എന്ന് തുടങ്ങുന്ന ആയത്ത് ആവർത്തിച്ച് ഒരേ ആയത്ത് രാത്രി മുഴുവനും നിന്ന് നമസ്കരിച്ച് അത് ഓതിക്കൊണ്ടേയിരിക്കുകയാണ്. അതാണ് ഇൻ തുഅസ്സിബുഹും ഫഇന്നഹും ഇബാദുക. അതിൻ്റെ ആശയം നീ അടിമകൾ, കാരണം ഉമ്മത്തിനോടുള്ള ആ ഹൃദയത്തിലുള്ള ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വികാരം അത് കടന്നു വരികയാണ്. അതിൽ പറയാണ് ഇൻ തുഅസ്സിബുഹും, നീ അവരെ ഉപദ്രവിക്കുകയാണ്, ഫഇന്നഹും ഇബാദുക, അവ നിന്റെ അടിമകളാണ്, നീ സൃഷ്ടിച്ചതാണ്, നിനക്കെല്ലാ അധികാരങ്ങളും നിന്റെ അടിമകളെ തിന്മകൾ ചെയ്തതിൻ്റെ പേരിൽ ശിക്ഷിക്കാൻ നിനക്ക് അധികാരമുണ്ട്. ഇൻ തുഅസ്സിബുഹും ഫഇന്നഹും ഇബാദുക വഇൻ തഗ്ഫിർ ലഹും, എന്നാൽ നീ അത് മഗ്ഫിറത്ത്, നീ പുറത്തു കൊടുക്കുകയാണെങ്കിൽ നീ ഏറ്റവും നല്ല ഔദാര്യവാനാണ്. തുടങ്ങുന്ന ഈ വചനം ഉമ്മത്തിൻ്റെ അവസ്ഥകൾ, നാളെ സമൂഹത്തിൽ എൻ്റെ ഉമ്മത്തുകൾ ഓരോ വ്യക്തികളും അനുഭവിക്കേണ്ടി വരുന്ന അള്ളാഹുവിൻ്റെ ശിക്ഷകളെ കൃത്യമായി ആ മനസ്സിലാക്കിക്കൊണ്ട് പ്രവാചകൻ ആ പാരായണം ചെയ്ത് വേറൊന്നും ഓതാൻ സാധിക്കാതെ അത് തന്നെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇതേപോലെ പ്രവാചകൻ്റെ മറ്റൊരു സംഭവം, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വഖ്തിലാഫിൽ ലൈൽ തുടങ്ങുന്ന ആയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോടൊപ്പം എൻ്റെ വിരിപ്പിൽ കിടക്കുകയാണ്. പെട്ടെന്ന് എഴുന്നേറ്റു, നമസ്കരിക്കുന്നു, വീണ്ടും കിടക്കുന്നു. കിടന്ന സമയത്ത് സമാധാനത്തോടു കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കടന്നുകൊണ്ടേയിരിക്കുകയാണ്. പ്രവാചകൻ അവസാനം പിന്നെ എഴുന്നേൽക്കുന്നു, നമസ്കരിക്കുന്നു, വീണ്ടും കിടക്കുന്നു. അവസാനം ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, എൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണ് മുൻപുള്ള ദിവസങ്ങളിൽ ഇല്ലാത്ത ഒരു പ്രത്യേകമായ ഒരു അവസ്ഥ, താങ്കളെ ഇത്രത്തോളം പിടിച്ചു കുലുക്കുന്ന എന്ത് സംഭവമാണ്? ഉറക്കം വരാത്ത, കണ്ണുകൾക്ക് ഉറക്കം അനുഭവപ്പെടുന്ന പക്ഷേ ഉറങ്ങാൻ സാധിക്കാത്ത രൂപത്തിൽ പ്രവാചകനെ അലട്ടുന്ന എന്ത് പ്രശ്നമാണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ വളരെ സമാധാനത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കഴിഞ്ഞ ഈ ദിവസം, കഴിഞ്ഞ ഈ രാത്രി അള്ളാഹുവിൻ്റെ ഒരു വചനം എൻ്റെ മേൽ അവതരിച്ചു. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. ഇന്ന ആകാശഭൂമികളുടെ മാറ്റങ്ങൾ നമുക്ക് ചിന്തിച്ചാൽ അതിൽ വലിയ അർത്ഥതലങ്ങളൊന്നുമില്ല. ആകാശത്തിൻ്റെ ഭൂമിയിലെയും സൃഷ്ടിപ്പിൽ വലിയ ദൃഷ്ടാന്തങ്ങളും ചിന്തിക്കുന്ന ആൾക്കാർക്കുണ്ടെന്നാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പ്രവാചകൻ അതിൻ്റെ ആശയത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഈ ആകാശങ്ങളും ഈ ഭൂമികളും സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ ഗാംഭീര്യത പൂർണ്ണമായും ആ ഹൃദയത്തിലേക്ക് വരുമ്പോൾ ആ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്ന് ഉത്തരം ഓരോ സമൂഹത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഓരോ അവസ്ഥകളെക്കുറിച്ചും ഇനി നാളെ കണ്ടുമുട്ടേണ്ടി വരുന്ന ഭാവിയിലെ ആഖിറത്തിൻ്റെ ഓരോ ഘട്ടങ്ങളെക്കുറിച്ചും അള്ളാഹുവിൻ്റെ ആ ഗൗരവം
കാരണം അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ച് ഇത്രയും വലിയ കഴിവുള്ള അള്ളാഹു, അത്രത്തോളം പവറുള്ള അള്ളാഹു ആ നാൾ ആഖിറത്തിൽ എങ്ങനെയായിരിക്കും ഓരോ സമൂഹത്തിലെ വ്യക്തികളോടും സമീപിക്കുക? ഈ ആയത്തുകൾ കൃത്യമായി അതിൻ്റെ ആശയ തലത്തിലേക്ക് ചിന്തിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉറക്കാൻ സാധിക്കുന്നില്ല. നാം ഒന്ന് ചിന്തിച്ചു നോക്കണം, വിശുദ്ധ ഖുർആനിൻ്റെ ഏത് വചനങ്ങളാണ് നമ്മൾ അസ്വസ്ഥപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ആഖിറത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുന്നത് ഏത് വചനങ്ങളാണ്? ഇതേപോലെ ഉറക്കം വരാത്ത ഏതെങ്കിലും ഒരു ആയത്ത് നമുക്ക് കാണിച്ചു തരാൻ സാധിക്കോ? എത്രയോ നാളുകളായി നാം പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ മഹാന്മാർ, പ്രവാചകന്മാരുടെ ജീവിതത്തിൽ ആ നിലയിൽ അതിൻ്റെ ആശയങ്ങളും അർത്ഥങ്ങളും മനസ്സിലാക്കിയപ്പോൾ അവർക്ക് ആ വിശുദ്ധ വചനങ്ങളോട് ആ നിലയിൽ വായിക്കാൻ, ആ ഹൃദയം കൊണ്ട് വായിക്കാൻ സാധിച്ചു. ഇത് പ്രവാചകൻ്റെ മാത്രമുള്ള സംഭവമല്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ ആയിഷ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം വീട്ടിൻ്റെ അടുത്ത് തന്നെ, വീട്ടിൻ്റെ ഒരു സൈഡിൽ തന്നെ ഒരു നമസ്കരിക്കാനുള്ള ചെറിയൊരു പള്ളി ഉണ്ടാക്കി. അങ്ങനെ രാത്രിയിൽ എല്ലാവരും കിടന്നുറങ്ങുന്ന സമയങ്ങളിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ എഴുന്നേൽക്കും. എന്നിട്ട് അവതരിച്ച ആ ആയത്തുകൾ, ഖുർആൻ വളരെ മനോഹരമായ രൂപത്തിൽ ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് കേൾക്കാൻ വേണ്ടി ഇസ്ലാം സ്വീകരിക്കാത്ത കാഫിരീങ്ങളായിട്ടുള്ള മുശ്രിക്കീങ്ങളുടെ സ്ത്രീകളും കുട്ടികളും അത് കേൾക്കാൻ വേണ്ടി ആ വീടിൻ്റെ, ആ പള്ളിയുടെ പരിസരങ്ങളിൽ ഒരുമിച്ച് കൂടുമായിരുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആഴത്തിലുള്ള ആ പാരായണം ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏതുപോലെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ആ അവസ്ഥ ഏതുപോലെയാണ് അനുഭവപ്പെട്ടത്, അതേപോലെ തന്നെ എൻ്റെ പിതാവിനും അനുഭവപ്പെടുന്നത് ഞാൻ കാണുന്നുണ്ട്. ഓരോ ആയത്തുകളേക്ക് വരുന്ന സമയത്ത് വളരെ ദുഃഖിതനായി കരഞ്ഞുകൊണ്ട്, അടുത്ത ആയത്തുകൾ ഓതാൻ സാധിക്കാത്ത രൂപത്തിൽ വളരെ കരഞ്ഞുകൊണ്ട്, വളരെ ദുഃഖത്താൽ ഓരോ ആയത്തുകൾ മഹാനായ എൻ്റെ പിതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പാരായണം ചെയ്യുകയാണ്. ഇത് കേട്ട് അടുത്ത ആൾക്കാർ, മുശ്രിക്കീങ്ങളായിട്ട് ആൾക്കാർ പേടിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ട് കേൾക്കാൻ വേണ്ടി വന്ന സ്ത്രീകൾ അവർ വിശ്വസിച്ചു പോകുമോ എന്നുള്ള ഭയം കാഫിരീങ്ങൾക്ക് അനുഭവപ്പെടുമായിരുന്നു എന്ന് പറയുന്നു. ഇതായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആനിൻ്റെ വചനങ്ങൾ, ഓരോ ആയത്തുകൾ ഓതുന്ന സമയത്ത് അതിൻ്റെ അർത്ഥങ്ങൾ ഏതുപോലെ പ്രവാചകൻ അനുഭവപ്പെട്ടോ ഇതേപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അവസ്ഥ ഇതേപോലെ തന്നെയാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയും, ഇദശംസു കുവ്വിറത് എന്ന ആയത്ത് സുബഹി നമസ്കാരത്തിൽ പാരായണം ചെയ്യുകയാണ് ഇമാമത്ത് നമസ്കരിക്കുന്ന സമയത്ത്. അങ്ങനെ അവിടെ എത്തിയപ്പോൾ അവിടെ പറയും, ആലിമത്ത് നഫ്സും അഹ്ളറത്, ഓരോ വ്യക്തികളും നഫ്സും നാളെ ആഖിറത്തിൽ എന്തൊക്കെയാണ് ഒരുമിച്ച് കൂട്ടിയത് എന്ന ആയത്തെത്തിയപ്പോൾ അടുത്ത ആയത്ത് ഓതാൻ സാധിക്കാത്ത നീണ്ട രൂപത്തിൽ കരയാൻ തുടങ്ങി. ശ്വാസം നിന്നുപോകുന്ന, നിലക്കുന്ന രൂപത്തിലായി തീർന്നു. എന്നിട്ട് അവിടെ സുജൂദ് അല്ലെങ്കിൽ റുകൂവിലേക്ക് പോകേണ്ടതായി വന്നു എന്ന് പറയും. ഇതേപോലെ തന്നെ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, അദ്ദേഹം പറയാണ്, സൂറ യൂസുഫിലുള്ള ഇന്നമ അഷ്കു ബസ്സി വഹുസ്നി ഇലല്ലാഹ്, ഈ ഒരു ആയത്ത് യഥാർത്ഥത്തിൽ അത് യാക്കൂബ് അലൈഹിസ്സലാം തൻ്റെ മകൻ നഷ്ടപ്പെട്ടതിൻ്റെ വിരഹവേദനയുടെ പേരിൽ ഓതുന്ന ആ കാര്യമാണ്. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു അത് എൻ്റെ ദുഃഖമായി അല്ലെങ്കിൽ എൻ്റെ വ്യസനമായി അത് ഉൾക്കൊള്ളുകയാണ്. എന്നിട്ട് അദ്ദേഹം സുബഹി നമസ്കാരത്തിൽ തന്നെ മറ്റൊരു റിവായത്തിൽ ഇതിൽ തന്നെ പറയുന്നു, ഓതുകയാണ്. എന്നിട്ട് അവിടെ എത്തുമ്പോൾ നിൽക്കുന്നു, ഇന്നമാ അഷ്കു ബസ്സി വഹുസ്നി ഇലല്ലാഹ് എന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉമർ റളിയല്ലാഹു അൻഹു ദുഃഖങ്ങൾ അവിടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. എന്നിട്ട് നീണ്ട രൂപത്തിൽ കരയാൻ തുടങ്ങി. എന്നിട്ട് പറയാണ്, അതിൻ്റെ എത്രത്തോളം കരയാൻ തുടങ്ങി, ഏറ്റവും പിറകിലുള്ള സഫിലുള്ള വ്യക്തികൾക്ക്, സഹാബാക്കൾക്ക് കേൾക്കാൻ പറ്റുന്ന രൂപത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞു എന്ന് പറയുന്നു. ഇതേപോലെ മറ്റൊരു സംഭവം ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് തന്നെ, ഒരു ദിവസം രാത്രിയിൽ വേഷം മാറിക്കൊണ്ട് ജനങ്ങളുടെ അവസ്ഥകൾ മനസ്സിലാക്കാൻ വേണ്ടി മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഒരു അൻസാരിയുടെ വീട്ടിൻ്റെ അടുക്കൽ കൂടി കടന്നു പോവുകയാണ്. ആ അൻസാരി അദ്ദേഹം സൂറ തൂറിൻ്റെ വചനങ്ങൾ ഓതുകയാണ്. ഇന്ന അദാബ റബ്ബിക ലവാഖിഉ മാ ലഹു മിൻ ദാഫിഉ, ഇന്ന അദാബ്, നിന്റെ രക്ഷിതാവിൻ്റെ അദാബ് അത് സംഭവിക്കുക തന്നെ ചെയ്യും. മാലഹു മിൻ ദാഫിഉ, അതിനെ പ്രതിരോധിക്കാൻ, അതിനെ തട്ടിമാറ്റാൻ, അതിനെ തള്ളിമാറ്റാൻ നിങ്ങൾക്കൊരിക്കലും സാധിക്കാത്ത രൂപത്തിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ അത് അവതരിക്കുക തന്നെ, അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന ആയത്ത് കേട്ടപ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് നടക്കാൻ, അടുത്ത ഒരു കാല് വെക്കാൻ സാധിക്കാത്ത രൂപത്തിൽ ആ വീടിൻ്റെ മതിലിൽ
ചേർന്ന് അവിടെ തന്നെ ഇരുന്നു പോയി. അങ്ങനെ മറ്റുള്ളവരുടെ സഹായത്തിൽ അങ്ങനെ വീട്ടിലേക്ക് എടുത്തുകൊണ്ടു പോവുകയാണ്. എന്നിട്ട് ആ സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികൾ പറയാണ് 30 ദിവസം, അതായത് ഒരു മാസത്തേക്ക് ഉമർ റളിയല്ലാഹുവിന് കടുത്ത പനി അനുഭവപ്പെടുകയാണ്. ആൾക്കാർ ഉമർ റളിയല്ലാഹുവിനെ കാണാൻ വേണ്ടി വീടുകളിലേക്ക് വരുമായിരുന്നു. പക്ഷെ അവർക്കറിയില്ല എന്ത് രോഗമാണ് പിടികൂടിയത്. ബാഹ്യമായ നിലയിൽ നോക്കുമ്പോൾ അസുഖങ്ങളൊന്നുമില്ല, പക്ഷേ വലിയ കടുത്ത പേടി അത് അനുഭവപ്പെട്ടതിൻ്റെ പേരിൽ ഉണ്ടായ ഒരു സംഭവമാണ്. അങ്ങനെയുള്ള ഉമർ റളിയല്ലാഹുവിനും ഇതെപ്പോഴാണ് ഉമർ റളിയല്ലാഹുവിന് പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം ആ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് തന്നെ അത് ആ വിശുദ്ധ വചനങ്ങൾ കേട്ടിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് അത്രത്തോളമാണ് യുവത്വത്തിൻ്റെ എല്ലാ തെമ്മാടിത്തരവും ഉമർ റളിയല്ലാഹുവിന് ആ രൂപത്തിൽ പറയുന്നത്. മഹാൻ അവരുടെ ആ പദവിയെ പറയുമ്പോൾ യോജിച്ചതല്ല. എങ്കിലും എല്ലാവിധമായ കാര്യങ്ങളും ഒരു യുവാവിനുണ്ടാകേണ്ട എല്ലാ കുറവുകളും അല്ലെങ്കിൽ എല്ലാ രീതിയിലുള്ള തെറ്റുകളും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു. അങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ തന്നെ കൊല്ലുമെന്നുള്ള ഉദ്ദേശത്തിൽ ഊരിപ്പിടിച്ച വാളുമായിട്ട് വരികയാണ്. അപ്പോഴാണ് തൻ്റെ സഹോദരി ഇസ്ലാം സ്വീകരിച്ച കാര്യം അറിയുന്നത്. അങ്ങനെ വീട്ടിലേക്ക് വരികയും ആ സംഭവം എല്ലാവർക്കും അറിയാം. ആ വചനം കേട്ടിട്ടാണ് ഉമർ റളിയല്ലാഹുവിന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, വിശുദ്ധ വചനങ്ങൾ എന്നെ ദീനിലേക്ക് അടുപ്പിച്ചത്, എന്നെ കരയിപ്പിച്ചത്, എന്നെ സംസ്കാരം പഠിപ്പിച്ചത്, എനിക്ക് എൻ്റെ വാപ്പ എൻ്റെ തലയിൽ തട്ടിക്കൊണ്ട് പറയുമായിരുന്നു, ഖത്താബ് പറയുമായിരുന്നു, ഒന്നും നിന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുകയില്ലല്ലോ. എന്നെ വളർത്താൻ വേണ്ടി നോക്കാൻ വേണ്ടി ഏൽപ്പിച്ച ഒട്ടകങ്ങൾ, ആ ഒട്ടകങ്ങളെ കൃത്യമായ നിലയിൽ അവർക്ക് തീറ്റ കൊടുക്കാൻ പോലും എന്നെ കൊണ്ട് സാധിക്കുമായിരുന്നില്ല. കാരണം ഞാൻ കളികളിലും മറ്റു കാര്യങ്ങളിലും മുഴുകി. എന്നിട്ട് ഖത്താബ് പറയും, ഒട്ടകങ്ങളെ നോക്കാൻ പോലും നിന്നെ കൊണ്ട് സാധിക്കുന്നില്ലല്ലോ, എന്ത് മകനാണ്. എന്നിട്ട് ഉമർ റളിയല്ലാഹു പറയാണ്, അങ്ങനെയുള്ള എന്നെ ഈ പറയപ്പെടുന്ന ഈ പ്രവിശാലമായ ഈ ഒരു രാജ്യം, ഇസ്ലാമിക ലോകത്തെ മുഴുവനും നിയന്ത്രിക്കാൻ എന്നെ പ്രാപ്തനാക്കിയത്, ഞാനാക്കിയത് ഈ വിശുദ്ധ ഖുർആനാണ്. അതാണ് ഉമർ റളിയല്ലാഹുവിൻ്റെ ജീവിതത്തിൽ ഖുർആൻ അത്രത്തോളം സ്വാധീനിച്ചു. ഓരോ സഹാബാക്കളുടെ ജീവിതത്തിലും ഇതേപോലെ തന്നെയാണ്. ഖുർആനിനെ ആ നിലയിൽ ആ ഹൃദയം കൊണ്ട് വായിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ ആ മഹാന്മാർ ഏത് രീതിയിലാണോ ആ ഖുർആനിനെ മനസ്സിലാക്കിയത്, ആ ഖുർആനിനെ ഏത് രീതിയിൽ ഉൾക്കൊണ്ടോ ആ രീതി നമുക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ സാധിക്കണമെങ്കിൽ ആഴത്തിൽ അതിനെ മനസ്സിലാക്കാൻ നമുക്ക് അതിൻ്റെ അർത്ഥങ്ങൾ അറിയണം, തദബ്ബുർ ചെയ്യാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഖുർആനിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലാൻ സാധിക്കത്തുള്ളൂ. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഓരോ വചനങ്ങൾ അവതരിക്കുമ്പോൾ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കള്ളിനെ നിരോധിക്കാൻ വേണ്ടിയുള്ള ആയത്ത് ഇറങ്ങിയാണ്. ഇന്നമൽ ഖംറു വൽ മൈസർ വൽ അൻസാബു തുടങ്ങുന്ന ആയത്തുകൾ. അതിൽ പറയാണ്, നിങ്ങൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളെല്ലാ തിന്മകളിലേക്കും നയിക്കുന്നതാണ്. ഫഹല്ലൻതും മുൻതഖൂൻ, നിങ്ങൾ ഇതിൽ നിന്ന് മാറുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അതോടുകൂടി ആ ആയത്ത് അവതരിക്കുന്നതോടുകൂടി മദീനയിൽ കള്ളിൻ്റെ പുഴകൾ ഒഴുകുകയാണ്. ഇതേതെങ്കിലും ഒരു വ്യക്തികളെക്കുറിച്ചുള്ള കഥകളല്ല. ഇതാണ് പറയുന്നത്, അൻസാരികളുടെയും മുഹാജിരീങ്ങളുടെയും സംഭവമാണ്. ആയത്ത് അവതരിക്കുന്നു, സഹാബാക്കൾ അവരുടെ ജീവിതത്തിലേക്ക് പകർത്തുകയാണ്. അള്ളാഹു ചോദിക്കുകയാണ്, നിങ്ങൾ ഈ ലഹരി ഉപയോഗിക്കുന്നതിൽ നിന്ന്, ഈ മദ്യം ഉപേക്ഷിക്കാൻ നിങ്ങൾ തയ്യാറല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഫഅല്ലൻതും മുൻതഖൂൻ ചോദിക്കുമ്പോൾ അവർ പറയാണ്, ഇതാ ഞങ്ങളിതാ മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞ് ആ കള്ളിൻ്റെ പുഴ തന്നെ അവിടെ ഒഴുക്കി കള്ള് നിർമ്മിക്കാൻ ഉപയോഗിച്ച അതുപോലെ തന്നെ അതിൻ്റെ പാത്രങ്ങൾ കള്ള് മാത്രമല്ല ഒഴുക്കിക്കളഞ്ഞത്, അതിനെ ഉണ്ടാക്കാൻ വേണ്ടി നിർമ്മിക്കാൻ വേണ്ടി ഉള്ളതായ പാത്രങ്ങൾ പോലും പൊളിക്കുന്ന അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കുന്ന രൂപത്തിൽ സഹാബാക്കൾ അതിനെ ചെയ്യുകയാണ്. ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു തആല കള്ള് ഇതിനെ നിരോധിച്ചതുപോലെ തന്നെ അല്ലാഹു പലിശയെക്കുറിച്ച് ചോദിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വദറൂ മാ ബഖിയ മിനർ റിബ. സത്യവിശ്വാസികളെ, വിശ്വാസത്തിൻ്റെ തേട്ടം, ഈമാനുള്ള വ്യക്തികളെ വിടിച്ചുകൊണ്ട് അള്ളാഹു ചോദിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ, അള്ളാഹുവിനെ നിങ്ങൾ പേടിക്കുന്നില്ലേ? വദറൂ മാ ബഖിയ മിനർ റിബ, നിങ്ങളുടെ പലിശയുടെ ഇടപാടുകൾ അതിൽ നിങ്ങൾ മാറാൻ അതിന് ഉപേക്ഷിക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ഫഇല്ലം തഫ്അലു ഫഅദനു ബിഹർബിൻ മിനല്ലാഹി വറസൂലി, തീർച്ചയായിട്ടും നിങ്ങൾ ഈ പലിശയുടെ ഇടപാടുകളിൽ നിന്ന് നിങ്ങൾ മാറാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ഫഅദനു ബിഹർബിൻ മിനല്ലാഹ്, അള്ളാഹുവിനോട് യുദ്ധത്തിന് നിങ്ങൾ തയ്യാറാകുക.
തയ്യാറാകുക എന്ന് വിശുദ്ധ വചനങ്ങൾ പറയുകയാണ്. അതോടുകൂടി ആ പലിശ ഇടപാടുകളിൽ നിന്ന് പൂർണ്ണമായിട്ടും ഘട്ടം ഘട്ടമായിട്ടാണ് പലിശ നിരോധിച്ചത്. ഈ വചനം അവതരിച്ചതോടുകൂടി സഹാബാക്കൾ പൂർണ്ണമായിട്ടും ആ പലിശയിൽ നിന്ന് മാറി. അതിൽ നിന്ന് മുഴുവനായിട്ട് പറയാണ് ഏറ്റവും വലിയ ആ പലിശയുടെ ഇടപാട് നടത്തിക്കൊണ്ടിരുന്നത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദിവ്യനായിട്ടുള്ളതായ അത് അബ്ദുൽ മുത്തലിബായിരുന്നു. അതുപോലെ തന്നെ അതാണ് മുഹമ്മദ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. ഏറ്റവും വലിയ സമ്പത്ത്, അദ്ദേഹത്തിൻ്റെ വലിയ സമ്പത്ത് അദ്ദേഹം ആ പലിശ ഇടപാടിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്ത് ഇറങ്ങിയതിന് ശേഷം എഴുന്നേറ്റ് ഖുതുബ മിമ്പറിൽ കയറിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ഏറ്റവും ആദ്യമായി എൻ്റെ അബ്ബാസിൻ്റെ ആ പലിശയെ ഞാനിതാ ഇല്ലായ്മ ചെയ്തിരിക്കുന്നു. ജാഹിലിയത്തിൻ്റെ പലിശയെ ഞാൻ എൻ്റെ കാലിൻ്റെ കീഴിലേക്ക് അതിനെ ഇല്ലാതാക്കി. വലിയ കോടിക്കണക്കിന് രൂപ കിട്ടുകയാണ്. അതിൽ പറയുന്നുണ്ട്, ഫലക്കും റൂസ് അംവാലിക്കും, നിങ്ങൾക്കിടെ മൂലധനം നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. പലിശ മാത്രമാണ് ഉപേക്ഷിക്കാൻ പറഞ്ഞത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ അബ്ബാസ് റളിയല്ലാഹു അൻഹു നബിയോട് പറയാൻ വേണ്ടി പറഞ്ഞതാണ്, എൻ്റെ ആ സമ്പത്ത് മുഴുവനും ഏതൊക്കെ നിലയിൽ ആ പലിശയുടെ ഓഹരി മാത്രമല്ല മറിച്ച് മുഴുവനും ആ സമ്പത്തും ഞാനിതാ ഒഴിവാക്കി എന്ന് പറയാണ്. നാം ഓരോരുത്തരോടും ഈ ഒരു ആയത്ത് നമ്മളോട് സംവദിക്കുകയാണ്, നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഇടപാടുകൾ നിങ്ങൾ അതിൽ നിന്ന് മാറുന്നില്ലേ? പലിശയുടെ ഇടപാട് അതിൽ നിന്ന് നിങ്ങൾ മാറാൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കുകയാണ്. നമ്മൾ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ചോദിക്കാൻ, നമുക്കത് നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നുണ്ടോ? നാം ഓരോരുത്തരും നമ്മൾ പറയും, നമ്മൾ പലിശയുടെ ഇടപാടുകളൊന്നും നടത്തുന്നില്ലല്ലോ എന്ന് പറയും. പക്ഷേ നമ്മളുടെ അക്കൗണ്ടുകൾ എല്ലാം ആ സേവിങ് അക്കൗണ്ടുകളിലാണ്. അതിൽ ഓരോ 3 മാസം കൂടുമ്പോൾ അതിൽ ഇൻട്രസ്റ്റ് കയറിക്കൊണ്ടേയിരിക്കുന്നതാണ്. നാം അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ 3 മാസവും നമുക്ക് അതിൻ്റെ പലിശ കയറി വരുന്നുണ്ട്. നമ്മൾ ഇടപാടുകളൊന്നും നടത്തുന്നില്ല എങ്കിലും നാം ഓരോരുത്തരുടെയും സമ്പത്തിൽ ആ പലിശയുടെ ഇടപാട് അത് കടന്ന് നമ്മൾ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ആ ഇടപാടിനെ പുണ്യ റമളാനിൻ്റെ ഈ ഒരു സമയത്ത് നാം ഓരോരുത്തരും നമ്മളുടെ അത് നോക്കിയിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആ ഇടപാടുകൾ ആ പലിശയുമായി നമ്മളുടെ സമ്പത്ത് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മൾ ആ ഹൃദയം കൊണ്ട് നിയ്യത്ത് വെക്കണം. അങ്ങനെ വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ ഏതുപോലെ സഹാബാക്കളുടെ ജീവിതത്തിൽ പ്രവാചകന്റെ ആയത്ത് വായിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ ഇത് എൻ്റെ വിഷയത്തിലാണ് അവതരിച്ചത് എന്ന് മനസ്സിലാക്കി ആ ഇടപാടുകളിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കാൻ ആ സഹാബാക്കൾ തയ്യാറായതുപോലെ നമ്മളും ഇതേപോലെ തയ്യാറാകേണ്ടത് അത്യാവശ്യമാണ്. ഓരോ വചനങ്ങളും വലാ തഖ്റബുസ് സിന, അതേപോലെ മറ്റുള്ള ഹറാമുകൾ നിങ്ങൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറണമെന്ന് പറഞ്ഞപ്പോൾ വലാ തഖ്തുലു നഫ്സല്ലദി ഹറമല്ലാഹ്, നിങ്ങൾ ആ പെൺകുട്ടികളെ നിങ്ങൾ കൊല ചെയ്യാൻ പാടില്ല, നിങ്ങളുടെ സന്താനങ്ങളെ കൊല ചെയ്യാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാവരും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ്. ഇതേപോലെ തന്നെ സിനയിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കാൻ വേണ്ടി ആ സഹാബാക്കളോട് അള്ളാഹുവിൻ്റെ വചനം അവതരിച്ചപ്പോൾ അവർ ജീവിതത്തിൽ അതിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കുകയാണ്. പക്ഷേ നമ്മൾ ഓരോരുത്തരോടും നമ്മൾ സിന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നമ്മൾ സിനയിലേക്കില്ലെങ്കിലും അൽ ഐനു സാനിക്, നമ്മളുടെ കണ്ണുകൾ അത് സിന ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മൾ ഓരോ അവയവങ്ങളും അത് ചെയ്യുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഹറാമുകൾ കാണുന്നുണ്ടെങ്കിൽ അത് കണ്ണ് ചെയ്യുന്ന സിനയാണ്. നിങ്ങൾ കാതുകൾ അത് ഹറാമുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാതുകളിലുള്ള അത് സിനയാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് ഈ ആയത്തുകൾ നമ്മളോട് സംവദിക്കുന്ന സമയങ്ങളിൽ, പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് കണ്ണിനെ നിയന്ത്രിക്കാൻ സാധിക്കണം, കാതുകളെ നിയന്ത്രിക്കാൻ സാധിക്കേണ്ടതാണ്, കൈകളെ നിയന്ത്രിക്കാൻ, ഹറാമുകളിൽ നിന്ന് നിയന്ത്രിക്കാൻ സാധിക്കേണ്ടതാണ്. ഈ നിലയിലായിരുന്നു സഹാബാക്കൾ. ഒരു ആയത്തിറങ്ങി അള്ളാഹുവിൻ്റെ സൂറ, നമുക്ക് സാധാരണ അറിയുന്ന സംഭവമാണ്, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആ സമ്പത്ത് നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോഴാണ് ഏറ്റവും നല്ല പ്രതിഫലം നിങ്ങൾ നേടിയെടുക്കുന്നത്. ഈ കേട്ടപ്പോൾ അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഏറ്റവും ഇഷ്ടപ്പെട്ട കനകം വിളയുന്ന ആ പറയപ്പെടുന്ന ബൈറുഹ എന്ന തോട്ടം നേർക്ക് നേരെ പ്രവാചകൻ്റെ മുമ്പിലേക്ക് വരികയാണ്. ഇതൊരു പൊതുവായിട്ടുള്ളൊരു ആയത്താണ്. പക്ഷേ അദ്ദേഹം അബൂ തൽഹ റളിയല്ലാഹു അൻഹു അത് എന്നോടാണ് പറയുന്നത് എന്നുള്ള ചിന്തയിൽ നേർക്ക് നേരെ തനിക്കേറ്റവും പ്രിയപ്പെട്ട
പ്രധാനപ്പെട്ടതായ ആ ബൈറുഹ തോട്ടം പ്രവാചകൻ്റെ മുമ്പിൽ വന്നുകൊണ്ട് പറയുകയാണ്, ഞാനിതാ ഈ തോട്ടം അള്ളാഹുവിൻ്റെ റസൂലെ, താങ്കൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാനിതാ ഇത് ഹദിയ ചെയ്യുന്നു, ഞാനതിനെ വഖഫ് ചെയ്യുന്നു എന്ന് പറയുകയാണ്. ഇതേ അബൂ തൽഹ റളിയല്ലാഹു അൻഹു, ഇതേ അബൂ തൽഹ തന്നെ മറ്റൊരു ആയത്ത് അള്ളാഹു അവതരിച്ചപ്പോൾ ഇൻഫിറു ഖിഫാഫൻ വസിഖാലൻ വജാഹിദു ബി അംവാലിക്കും വഅൻഫുസിക്കും എന്ന ആയത്ത് അവതരിച്ചപ്പോൾ അബൂ തൽഹ വാർദ്ധക്യ സമയത്ത്, ആ സമയത്താണ് ഈ ആയത്ത് അവതരിച്ചത്, അദ്ദേഹത്തിന് ആയത്ത് ലഭിക്കുന്നത്. അതോടുകൂടി അദ്ദേഹം തൻ്റെ മക്കളോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദിന് എനിക്ക് പുറപ്പെടണം. ആ സമയത്തുള്ള ഒരു യാത്ര അത് കപ്പൽ യാത്ര ആയിരുന്നു. വാർദ്ധക്യമായതുകൊണ്ട് മക്കൾ പറഞ്ഞു, പിതാവേ, ഈ ഒരു സമയത്ത് താങ്കളുടെ ആരോഗ്യാവസ്ഥ സാധാരണ യുദ്ധം പോലെയല്ല, കപ്പൽ യാത്രയും മറ്റും അതുപോലെ തന്നെ ആ കാലഘട്ടത്തിലുള്ള യാത്രയാണ്, അതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. പക്ഷെ പറഞ്ഞു, അല്ല, എൻ്റെ റബ്ബ് എന്നോട് പറയുകയാണ്, ഇൻഫിറു ഖിഫാഫൻ വസിഖാലൻ, നിങ്ങൾ ഇളവുള്ള സമയങ്ങളിലും അതുപോലെ തന്നെ നിങ്ങൾ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിലും നിങ്ങൾ പുറപ്പെടണം എന്ന് പറയുകയാണ്. അപ്പോൾ അത് എന്നോടാണ് എന്ന് പറയുമ്പോൾ വജാഹിദു ബി അംവാലിക്കും വഅൻഫുസിക്കും, സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ജിഹാദ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അബൂ തൽഹ റളിയല്ലാഹു അൻഹു എന്നോടാണെന്ന് മനസ്സിലാക്കി ആ യാത്രയിൽ പുറപ്പെടുകയാണ്. അങ്ങനെ യാത്രയുടെ മധ്യേ തന്നെ അദ്ദേഹത്തിന് മരണം സംഭവിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയണ, ആ മയ്യത്ത് അദ്ദേഹത്തെ കബറടക്കാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ 7 ദിവസം അവിടെ തന്നെ വെക്കുകയാണ്. അങ്ങനെ 7 ദിവസത്തിന് ശേഷമാണ് ഒരു കടൽ തീരത്ത് അവർക്ക് ഇറങ്ങാൻ സാധിച്ചത്. പക്ഷേ അള്ളാഹുവിൻ്റെ ആ മഹത് അനുഗ്രഹം എന്ന നിലയിൽ ആ മയ്യത്തിന് യാതൊരു മാറ്റവും ഒരു മണമോ ഒന്നുമില്ലാത്ത രൂപത്തിൽ സുഗന്ധം ആ മയ്യത്തിൽ നിന്ന് അടിച്ചു വീശുന്നുണ്ടായിരുന്നു എന്ന് ആ സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാർ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. അപ്പോൾ ഓരോ ആയത്തുകൾ അവതരിക്കുന്ന സമയങ്ങളിൽ ആ രൂപത്തിൽ ഹൃദയം കൊണ്ട് വായിച്ച് എന്നോടാണെന്ന് മനസ്സിലാക്കാൻ ആ സഹാബാക്കൾക്ക്, ഇത് ഏതെങ്കിലും ഒരു ചില ആണുങ്ങളുടെ സംഭവങ്ങൾ, സഹാബാക്കളുടെ സംഭവങ്ങൾ മാത്രമല്ല, മറിച്ച് സഹാബി വനിതകളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. അള്ളാഹു സൂറ നൂറിൽ വൽയദ്രിബ്ന ബിഹുംരിൻ അലാ ജിയൂബിഹിൻ, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഈ ആയത്ത് അവതരിച്ചപ്പോൾ അനുഗ്രഹീതരാണ് നമ്മളുടെ മുഹാജിരീങ്ങളുടെ സ്ത്രീകൾ. ആയത്ത് സൂറ നിസ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതരിക്കുകയാണ്. എന്നിട്ട് പറയണം, ഫൽയദ്രിബ്ന ബിഹുംരിൻ അലാ ജിയൂബിഹിൻ, നിങ്ങളുടെ മാറിടങ്ങളുടെ മേൽ നിങ്ങളെ മുഖമൊക്കെ താഴ്ത്തിയിടണം, മാറുകളെ മറക്കണമെന്ന് പറയുകയാണ്. ആ കേട്ട വേളയിൽ തന്നെ മുഹാജിരീങ്ങളായ സ്ത്രീകൾ അതിനുള്ള അവരുടെ കൈകളിൽ അവരുടെ ആ ശരീരത്തിൽ മൂടാൻ വേണ്ടിയുള്ള ആ മുഖമൊക്കൻ അത്ര തന്നെ നീളമുള്ളതായിരുന്നില്ല. അതുകൊണ്ട് വീട്ടിൽ പോയതിന് ശേഷം പുതിയ തുണി എടുത്തുകൊണ്ട് അത് തയ്ക്കാൻ വേണ്ടി അത്രയും കാലയളവ് വരെ ആ സഹാബി വനിതകൾ തയ്യാറായില്ല. ആ ഇരിക്കുന്ന ആ കേട്ട സദസ്സിൽ വെച്ച് തന്നെ അവരുടെ ഉള്ളിലുള്ളതായ ആ ഉടുമുണ്ട് അത് കീറുകയും എന്നിട്ട് ആ മുഖമൊക്കന ഇല്ലാത്ത അളവ് എത്താത്ത ആ മുഖമൊക്കന അത് ശരീരം പൂർണ്ണമായും മറക്കുന്ന രൂപത്തിൽ ആ ഉള്ളിൽ ധരിക്കുന്നതായ ശരീരം മുഴുവൻ പർദ്ദയുണ്ട്, പക്ഷെ ആ പർദ്ദക്കുള്ളിലുള്ളതായ ആ തുണി ആ സദസ്സിൽ വെച്ച് തന്നെ മുറിച്ച് ആ അള്ളാഹുവിൻ്റെ വചനം അവിടെ തന്നെ അത് പ്രാവർത്തികമാക്കുകയാണ്. ഇതാണ് ആ മഹാന്മാരായിട്ടുള്ള ആണുങ്ങളും സഹാബി വനിതകളും ഇതേപോലെ തന്നെ മുൻപന്തിയിലായിരുന്നു. ഇങ്ങനെയായിരുന്നു. ഇത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലുള്ള കഥകളല്ല, മറിച്ച് വിശുദ്ധ നമുക്ക് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഈ കാണുന്ന ഈ കാലഘട്ടത്തിലുള്ള സംഭവങ്ങൾ, ഈ അടുത്ത സംഭവങ്ങൾ തന്നെ അത് നമ്മൾക്ക് ഖുർആൻ അത് ഏതെങ്കിലും കാലഘട്ടത്തിലാണ്, ആ ആദ്യ കാലഘട്ടത്തിലാണ് ഈ രീതിയിൽ സ്വാധീനമൊക്കെ ഉണ്ടായത്. ഇപ്പോൾ അങ്ങനെ ഇല്ല എന്ന് വിചാരിക്കേണ്ട, മറിച്ച് ഒരു സംഭവം നമ്മൾക്ക് ഇസ്ലാമിലേക്ക് കടന്നു വന്ന അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം ഒരു ലണ്ടനിലെ ഒരു വലിയൊരു പ്രശസ്തമായ ഒരു റോഡ്, എഡ്വേർഡ് റോഡ് എന്ന് പറയപ്പെടുന്ന ആ സ്ട്രീറ്റിലെ ഉദ്യോഗസ്ഥനായിരുന്ന ഒരു അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന പോലീസുകാരനായിരുന്നു. ആ പോലീസുകാരൻ പറയും, ഞാൻ ഈ എൻ്റെ ഭാഗത്ത് എന്നെ ഏൽപ്പിക്കപ്പെട്ടതായ ഈ കോളനിയിൽ ജനങ്ങളെല്ലാം തന്നെ എന്നെ വളരെ നല്ല നിലയിലാണ് പെരുമാറുന്നത്. ഒരു സഹോദരനെ പോലെ, ഒരു ജ്യേഷ്ഠനെ പോലെ, ഒരു അനുജനെ പോലെ, ഒരു മാമയെ പോലെ വളരെ നല്ല രീതിയിലാണ് പെരുമാറുന്നത്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിരുന്ന
സ്ഥലങ്ങളിലൊന്നും കാണിക്കാത്ത ആ ജനങ്ങൾ എന്നോട് പെരുമാറിയ പോലെയല്ല ഈ ഒരു ജനത സ്വീകരിക്കുന്നത്, എന്നോട് ഇടപഴകുന്നത്. ഞാൻ അന്വേഷിച്ചു, എന്താണ് ഇവർ, ഏത് വിഭാഗമാണ്? അങ്ങനെ പഠിച്ചു മനസ്സിലാക്കിയപ്പോൾ എന്താണ് ഇത്രത്തോളം ഈ ഒരു രീതിയിൽ ഈ നല്ല സ്വഭാവം കാണിക്കാൻ ഇവരെ പ്രേരിപ്പിച്ചത് എന്താണെന്ന് മനസ്സിലാക്കിയപ്പോൾ അത് വിശുദ്ധ ഖുർആനാണെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ആ ഖുർആൻ വായിക്കാൻ തുടങ്ങി. ആ ഖുർആനിൻ്റെ പരിഭാഷ ഞാൻ കരസ്ഥമാക്കി. എന്നിട്ട് അദ്ദേഹം പറയാണ്, 5 മാസം കൊണ്ട് ഞാൻ വിശുദ്ധ ഖുർആൻ 2 പ്രാവശ്യം അതിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുകയാണ്. എനിക്ക് അത്ഭുതമാണ്. വീണ്ടും വീണ്ടും എൻ്റെ ഉറക്കവും അതുപോലെ ജോലികളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അത്യാവശ്യ ജോലികളിൽ മാത്രം അത് മുഴുകി അതിനുശേഷമുള്ള മുഴുവൻ സമയവും ഇസ്ലാമിലേക്ക് വരുമ്പോൾ ഈ രീതിയിൽ സമൂഹത്തെ വാർത്തെടുക്കാൻ ഇത്രയും സംസ്കാരമുള്ളവരാക്കി തീർത്ത ആ വിശുദ്ധ ഖുർആൻ എനിക്ക് വായിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ, താല്പര്യത്തിൽ ഓരോ ആയത്തുകൾ അദ്ദേഹം വായിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, അത്ഭുതമാണ് അതിൻ്റെ വരികൾ, അതിൻ്റെ ആശയം അത്ഭുതമാണ്. ഈ രീതിയിലുള്ള വിശുദ്ധ ഖുർആൻ വായിക്കുകയും ജീവിതത്തിൽ പകർത്താൻ തയ്യാറായി കഴിഞ്ഞാൽ ആ സമൂഹം ഏറ്റവും ഉയർന്ന സമൂഹമാകും, അത്ഭുതമില്ല. ഇല്ലെങ്കിൽ മാത്രമാണ് ഈ രീതിയിൽ ഖുർആനുള്ള ജീവിതം ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ആ ഖുർആൻ പറയുന്ന ആശയങ്ങൾ ഏതൊരു സമൂഹത്തിൻ്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാകുന്നോ ആ സമൂഹം ഏറ്റവും ഉയർന്ന സമൂഹമായി മാറുക തന്നെ ചെയ്യും. എന്നിട്ട് അദ്ദേഹത്തോട് പിന്നീട് ചോദിച്ചു, നിങ്ങൾ എന്ത് കാരണത്താലാണ് ഈ ഇസ്ലാമിനെ സ്വീകരിച്ചത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇസ്ലാമിനെ സ്വീകരിച്ചതല്ല, മറിച്ച് അള്ളാഹു എന്നെ സ്വീകരിച്ചതാണ്. അങ്ങനെ പറയാനാണ് കാരണം അള്ളാഹു സുബ്ഹാനഹു തആല ഞാനാകുന്ന ചെറിയ മനുഷ്യനെ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ എന്നെ അള്ളാഹു തെരഞ്ഞെടുത്തതാണ്. ഞാൻ ഇസ്ലാമിനെ തെരഞ്ഞെടുക്കാൻ എനിക്കെന്തെങ്കിലും യോഗ്യതകൾ, എന്ത് യോഗ്യതയാണുള്ളത്? മറിച്ച് അള്ളാഹു എന്നെ തെരഞ്ഞെടുത്തു. ഞാൻ അഭിമാനം കൊള്ളുന്നു. ഈ രീതിയിൽ ആ സഹാബാക്കൾ ഏത് രീതിയിലാണോ അവരുടെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കിയത്, കാലങ്ങൾക്ക് ശേഷം നാം ഈ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലും ഇതേപോലെ തന്നെയാണ്. ആ മഹാൻ, ഞാൻ നേരത്തെ ഒരു സംഭവം പറഞ്ഞ അത് വെറും സംഭവം മാത്രമാണ്, പക്ഷേ അത് യഥാർത്ഥത്തിൽ നടന്ന മറ്റൊരു സംഭവമുണ്ട്. ജോർദാനിലൊരു സംഭവമുണ്ട്. വയോവൃദ്ധ 70 വയസ്സുള്ള ഈ കാലത്തും വിശുദ്ധ ഖുർആനിനെ ഈ രീതിയിൽ വായിക്കുന്നവർ, സ്നേഹത്തോടുകൂടി ഹൃദയം കൊണ്ട് വായിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകൾ ഉണ്ട് എന്നതിൻ്റെ അറിയിക്കുന്ന ഒരു അവസാന സംഭവം പറഞ്ഞതുകൂടെ നമുക്ക് നിർത്താം. ആ ഒരു 70 വയസ്സുള്ള സ്ത്രീ, അവർ ആ സമയങ്ങളിൽ ഇതേപോലെ തന്നെ എഴുത്തും വായനയൊന്നും പഠിക്കാനുള്ള സൗകര്യം അവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ സാധിച്ചിട്ടില്ല. അങ്ങനെ എങ്കിലും ആ ഖുർആനോടുള്ള പ്രായം ചെന്നപ്പോൾ ഖുർആൻ കേൾക്കാൻ അതിയായ ആഗ്രഹമാണ്. അങ്ങനെ മക്കൾ ഓതുന്നതും ചെറുമക്കൾ ഓതുന്നതൊക്കെ വളരെ കൂടുതൽ സ്നേഹത്തോടുകൂടി താല്പര്യത്തോടുകൂടി ഞാനിങ്ങനെ കേൾക്കും. അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് ഖുർആൻ വായിക്കണം, അതുപോലെ അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ചും നബിയെക്കുറിച്ചും പറയുന്ന ആ ഖുർആൻ എനിക്കും വായിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ആ ചെറുമക്കളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഒന്ന് എനിക്ക് അള്ളാഹു എന്ന് എഴുതിത്തരാൻ, റസൂൽ അതുപോലെ മുഹമ്മദ് ഇങ്ങനെ അതേപോലെ തന്നെ നബി എന്ന് എഴുതിത്തരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ആ ചെറുമക്കൾ ആ ചെറിയ കടലാസിൽ ചിത്രം വരച്ച്, കാരണം എഴുത്തും വായനയും അറിയാത്ത ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചെറിയ ചിത്രമാണ്. അപ്പോൾ ആ സ്ത്രീ എന്നിട്ട് ഓരോ ഖുർആനിൻ്റെ പേജുകൾ ഓരോന്നും മറിച്ചുകൊണ്ട് ആ അന്നബി അള്ളാഹ് എന്ന് പറയുന്ന ആ ചിത്രം പോലെ ആ ഖുർആനിൽ കാണുമ്പോൾ അത് വളരെ കൂടുതൽ സന്തോഷിക്കുകയാണ്. കാരണം ഇത് അള്ളാഹുവിനെ കുറിച്ച്, ആ ചിത്രം അതേപോലെ തന്നെയാണ്. അങ്ങനെ ഓരോ വരികളിലും ഈ അള്ളാഹുവിനെ കുറിച്ചും നബിയെക്കുറിച്ചും റസൂലിനെ കുറിച്ചും പറയുന്ന ആ വാക്കുകൾ ഇങ്ങനെ എത്ര പ്രാവശ്യം എവിടെയൊക്കെ വന്നു എന്ന് ഓരോ പേജുകൾ ഇങ്ങനെ മറിച്ച് നോക്കുകയാണ്. അങ്ങനെ ഓരോ പ്രാവശ്യം നോക്കി പിന്നീട് ആ സ്ത്രീക്ക് തോന്നുകയാണ്, എന്തുകൊണ്ട് എനിക്ക് വിശുദ്ധ ഖുർആൻ അതിൻ്റെ അർത്ഥങ്ങളും അതേപോലെ മനസ്സിലാക്കാൻ എനിക്ക് പഠിച്ചുകൂടാ എന്ന് വിചാരിക്കുകയും അങ്ങനെ ആ വാർദ്ധക്യ സമയത്ത് ആ ഖുർആൻ പഠിക്കാൻ അറബി അക്ഷരങ്ങൾ ചെറുമക്കളുടെ സഹായത്തിൽ പഠിച്ചെടുത്തു. അങ്ങനെ ചേർത്ത് വായിക്കാൻ പഠിച്ചു. അങ്ങനെ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതാൻ ഓരോന്ന് തുടങ്ങിയാണ്. ആ സ്ത്രീ പറയുകയാണ്, എനിക്ക് അത്ഭുതമാണ്, ഇത്ര കാലവും ഞാൻ കേട്ടുകൊണ്ടിരുന്ന വചനങ്ങൾ എൻ്റെ നാവിൽ കൂടി എനിക്ക് നേരെ വായിച്ച് മനസ്സിലാക്കാൻ സാധിച്ചപ്പോൾ എൻ്റെ സന്തോഷം വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്ത രൂപത്തിൽ ആ സന്തോഷം ഞാൻ അനുഭവിച്ചു. അങ്ങനെ ആ സ്ത്രീ ഖുർആൻ ഓതി, വെറും ഖുർആൻ ഓതുന്നതിൽ മാത്രം നിർത്തിയില്ല, മറിച്ച് ഖുർആൻ പഠിക്കാൻ തുടങ്ങി, കാണാതെ പഠിക്കാൻ തുടങ്ങി. എന്നിട്ട് 75-ാമത്തെ വയസ്സാകുമ്പോൾ വിശുദ്ധ ഖുർആൻ മുഴുവനും ആ സ്ത്രീ മനഃപ്പാഠമാക്കുകയുണ്ടായി.
അപ്പോൾ 70-ാമത്തെ വയസ്സിൽ ഖുർആൻ പഠിക്കാൻ തുടങ്ങുകയും 75-ാമത്തെ വയസ്സാകുമ്പോൾ വിശുദ്ധ ഖുർആൻ വായിക്കുക മാത്രമല്ല, ആ ഖുർആൻ അവർ അതിനെ മനഃപ്പാഠമാക്കുകയും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് അത് മാറി. അതുകൊണ്ട് ആ രീതിയിൽ ഇതേതെങ്കിലും ഒരു സ്ത്രീയെക്കുറിച്ചല്ല, വലിയ മഹദിയാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ ഈ സ്ത്രീയുടെ 2 മക്കൾ ഉമർ അൽ അസ്കറി എന്ന് പറയുന്ന വലിയ അറിയപ്പെടുന്ന 2 വലിയ പണ്ഡിതന്മാരാണ്. തൗഹീദിൻ്റെ വിഷയത്തിൽ ഇദ്ദേഹത്തിൻ്റെ ലോകപ്രശസ്ത ഗ്രന്ഥങ്ങൾ എഴുതിയ 2 മഹാൻ്റെ ഉമ്മയാണ്. ഈ ഉമ്മയുടെ സംഭവമാണ് 75-ാമത്തെ വയസ്സിൽ. അതുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന നാം ഓരോരുത്തരും നമ്മൾക്ക് ഇനിയും സമയമുണ്ട്. ഖുർആൻ ഓതാൻ മാഷാ അല്ലാഹ് നമുക്ക് സാധിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം, അതിൻ്റെ ആശയം മനസ്സിലാക്കണം. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അങ്ങ് പഠിക്കാൻ വേണ്ടി നാം തയ്യാറാകണം. അങ്ങനെയുള്ളതായ സദസ്സുകൾ നമ്മൾ പങ്കെടുക്കണം. ഖുർആനിൻ്റെ ക്ലാസ്സുകളിൽ നമ്മൾ പങ്കെടുത്ത് ആ ഖുർആനിനെ അടുത്തറിയാൻ സാധിക്കണം. ഏത് രീതിയിൽ പ്രവാചകനും സഹാബാക്കളും ഹൃദയം കൊണ്ട് വിശുദ്ധ ഖുർആൻ വായിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്തോ, ഇതേപോലെ ഖുർആനിനെ ഹൃദയം കൊണ്ട് വായിക്കാൻ, നാവ് കൊണ്ട് ഉച്ചരിക്കുന്നതിനോടൊപ്പം അതിൻ്റെ ആശയങ്ങൾ ഹൃദയത്തിലേക്കും കൂടി പരിവർത്തിക്കപ്പെടുന്ന രൂപത്തിലേക്ക് വായിക്കാൻ നാം ഓരോരുത്തരും അതിനു വേണ്ടി തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ആ രീതിയിലേക്ക് നമ്മൾ വരുമ്പോഴാണ് ഖുർആൻ അതിനോടുള്ള കടമ പൂർത്തിയാകുന്നത്. ഖുർആനിൻ്റെ കടമ ധാരാളമുണ്ട്. അതിലൊന്നാമത്തതിൻ്റെ ആയത്ത് ഓതുക എന്നുള്ളതാണ്. തജ്വീദോടുകൂടി, നിയമത്തോടുകൂടി അത് ഓതുന്നതിനോടൊപ്പം അതിൽ ശ്രദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അർത്ഥങ്ങൾ, തർജുമകൾ നമ്മുടെ കൈകളിൽ ലഭ്യമാണ്. വിശദീകരണ ഗ്രന്ഥങ്ങൾ ലഭ്യമാണ്. ഓൺലൈനുകളിൽ അതിൻ്റെ ക്ലാസ്സുകളും വളരെ സജീവമാണ്. നമ്മൾ അതിനെ അടുത്തറിയാൻ, മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ, നാം ഒന്ന് ശ്രമിച്ചാൽ അത് സാധിക്കുക തന്നെ ചെയ്യും. ആ നിലയിൽ അടുത്ത റമളാൻ കടന്നു വരുന്ന സമയത്ത് നമുക്ക് പറയാൻ സാധിക്കണം, ഒരു റമളാനിൽ നമുക്ക് എൻ്റെ പഠനം തുടങ്ങി, ഇത്രയും ഖുർആൻ കാണാതെ, ഇത്ര സൂറത്ത് കാണാതെ പഠിക്കാൻ എനിക്ക് സാധിച്ചു, ഇത്ര അർത്ഥം പഠിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരണം. എങ്കിൽ മാത്രമാണ് ഇതുപോലുള്ള കേൾക്കുന്നതും പറയുന്നതും കൊണ്ടുള്ള പ്രയോജനം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ ഖുർആനിനെ മനസ്സിലാക്കാൻ, ഖുർആനിനെ അടുത്തറിയാൻ, ആ ഖുർആനിൻ്റെ കടമകൾ പൂർത്തിയാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. ആ വിശുദ്ധ ഖുർആനിൻ്റെ ആ മാസമായിട്ടുള്ള ഖുർആൻ, അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ജിബ്രീൽ അലൈഹിസ്സലാമായി ഓതിക്കൊടുക്കുന്ന ഒരു അനുഗ്രഹീതമായ ആ ഒരു വർഷം എത്രത്തോളമാണ് അവതരിച്ചത്, ആ മുഴുവനും ആദ്യം മുതൽ അവസാനം വരെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം നബിക്ക് കൊടുക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ച് ഓതിക്കൊടുക്കുകയും ചെയ്യുന്ന അങ്ങനെയുള്ള ഖുർആനിൻ്റെ വാർഷികമാണ്. അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ മുഴുവനും നമസ്കാരത്തിലും റമളാനിലും ഒരു പ്രാവശ്യം കേൾപ്പിക്കുകയും ചെയ്യുന്നത് നല്ല കർമ്മമാണെന്ന് മഹാന്മാർ പറയുന്നത് ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ രീതിയിൽ നമുക്ക് ആ ഖുർആനിനോട് കൂടുതൽ അടുക്കാനും, ഖുർആനിനെ മനസ്സിലാക്കാനും, ഖുർആനിൻ്റെ ഓതുന്നതിനോടൊപ്പം അതിൻ്റെ ആശയങ്ങളും അർത്ഥങ്ങളും പഠിച്ച് അത് ജീവിതത്തിൽ പകർത്തി അത് അമലിൽ കൊണ്ടുവന്ന് അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും നമ്മൾ തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകൾക്കും നമ്മൾക്ക് നന്മകളിൽ മുന്നേറുന്ന നല്ല സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ ചെയ്യും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക നബിനാ വഇലൈക്കൽ മസീർ. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആക്കളെ നീ കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നിൻ്റെ പാവികളായ അടിമകളാണ് റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെറുതും വലുതുമായ ധാരാളം പാപങ്ങൾ, കുറ്റങ്ങൾ, കുറവുകൾ പ്രവർത്തിച്ച നിൻ്റെ അടിമകളാണ് റഹ്മാനെ. അല്ലാഹുവേ, ഈ അനുഗ്രഹീതമായ ദിവസങ്ങളിൽ നിന്നോട് അല്ലാഹുവേ ഞങ്ങൾ ചോദിക്കുകയാണ് റഹ്മാനെ. ഈ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്തു കൂട്ടിയ തെറ്റുകുറ്റങ്ങളെ നിൻ്റെ മുമ്പിൽ അല്ലാഹുവെ ഞങ്ങൾ ഏറ്റു പറയുകയാണ് റഹ്മാനെ. അല്ലാഹു ഞങ്ങളുടെ മുഴുവൻ പാപങ്ങളെ അല്ലാഹുവെ നീ പുറത്തു മാപ്പാക്കി തരണേ റഹ്മാനെ. ജീവിതത്തിൽ അല്ലാഹുവെ ചെയ്തു കൂട്ടിയ എല്ലാ തിന്മകളെയും നമ്മളുടെ ഏടുകളിൽ നിന്ന് അല്ലാഹുവെ കഴുകി എല്ലാ ഇല്ലായ്മ ചെയ്യണേ, അതിനെ മാറ്റണേ റഹ്മാനെ. അല്ലാഹു നമ്മളുടെ ഏടുകളിൽ നന്മകളെ കൊണ്ട് നിറക്കണേ റഹ്മാനെ. അല്ലാഹുവെ, നമ്മളുടെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹുവെ നീ ഞങ്ങൾക്ക് ചെയ്തു തരണേ റഹ്മാനെ. നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഹൈറുകളും അല്ലാഹുവെ അതിനുള്ള അവസരങ്ങൾ നീ ഞങ്ങൾക്ക് നൽകണേ
നൽകണേ റഹ്മാനെ. ഖുർആനിനോടുള്ള കടമകൾ പൂർണ്ണമായും പൂർത്തിയാക്കുന്ന നല്ല അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹു ഞങ്ങൾ പരിശുദ്ധമായ പുണ്യമാസത്തിലാണ് അള്ളാഹുവെ ഞങ്ങൾ ഉള്ളത്. ആ മാസത്തിൻ്റെ കടമകൾ കൃത്യമായി പൂർത്തിയാക്കുന്ന നല്ല അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹുവെ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈ റമളാൻ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന റമളാനാക്കി മാറ്റണേ റഹ്മാനെ. അള്ളാഹുവെ ഇതേപോലെ ഖുർആനിൻ്റെ കടമകൾ പൂർത്തീകരിച്ച് ഈ ഖുർആനും നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന രൂപത്തിലേക്ക് അള്ളാഹുവെ ഖുർആനിൻ്റെ കടമകളെ പൂർത്തിയാക്കാൻ നീ നമ്മൾക്ക് തൗഫീക്ക് നൽകണേ റഹ്മാനെ. അള്ളാഹു ഞങ്ങൾക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ നോമ്പ് കൊണ്ട് നീ ലക്ഷ്യമാക്കാൻ പറഞ്ഞിട്ടുള്ളതായ തഖ്വ നേടിയെടുക്കാൻ അള്ളാഹുവിന് ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ റഹ്മാനെ. അള്ളാഹു ഞങ്ങൾക്ക് ജീവിതത്തിൽ യഖീൻ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹു നമസ്കാരത്തിൽ ഖുശൂ ഖുളൂ നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹു നിൻ്റെ നമസ്കാരത്തിലേക്ക് ഏർപ്പെടുമ്പോൾ നിൻ്റെ റബ്ബ് അള്ളാഹുവെ നിൻ്റെ റബ്ബിനോടുള്ള മുനാജാത്താണെന്ന് മനസ്സിലാക്കി ആ ഹൃദയംഗമായ നിലയിൽ നമസ്കരിക്കാൻ ഓരോ ഫാത്തിഹയും അതുപോലെ തന്നെ ആ രീതിയിൽ കേട്ട് മനസ്സിലാക്കി അള്ളാഹുവെ നിന്നോടുള്ള ആ യഥാർത്ഥ ഈമാനും തഖ്വയും അള്ളാഹുവെ ജീവിതത്തിൽ കൊണ്ടുവന്ന് ആ രീതിയിൽ നമസ്കരിക്കുന്ന നമസ്കാരക്കാരുടെ കൂട്ടത്തിൽ അള്ളാഹുവെ നീ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിൽ ബർക്കത്ത് നൽകണേ റഹ്മാനെ. നമ്മളുടെ ജീവിതത്തിൽ ഐശ്വര്യം നൽകണേ റഹ്മാനെ. നമ്മളുടെ എല്ലാ ഇടപാടുകളിലും അള്ളാഹു നീ നമ്മൾക്ക് ഖൈറുകൾ അള്ളാഹു നീ ഞങ്ങൾക്ക് തുറന്നു തരണേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളെ കച്ചവടങ്ങളിൽ അള്ളാഹു നീ ബർക്കത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ഇടപാടുകളിൽ അള്ളാഹുവെ ഹലാലിനെ അള്ളാഹുവെ അതിനെ ശ്രദ്ധിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ റഹ്മാനെ. ഹറാമുകളിൽ നിന്ന് പൂർണ്ണമായും ഒഴിഞ്ഞു മാറി നിൽക്കാൻ അള്ളാഹു നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ റഹ്മാനെ. അള്ളാഹുവെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹു ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ റഹ്മാനെ. നരകത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുന്ന തിന്മകൾ അതിൽ നിന്ന് മാറി നിൽക്കാൻ അള്ളാഹു ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ റഹ്മാനെ. അള്ളാഹുവെ ഈ നോമ്പ് കൊണ്ട് ഏതൊക്കെ ഗുണങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അള്ളാഹുവും അവൻ്റെ റസൂലും നമ്മളോട് പറഞ്ഞോ അതുപോലെ ആ ഗുണങ്ങൾ നേടിയെടുക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ അള്ളാഹുവെ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാ ഖൈറുകളും ജീവിതത്തിൽ നേടിയെടുക്കാൻ നീ തൗഫീക്ക് നൽകണേ റഹ്മാനെ. അള്ളാഹുവെ കടങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ധാരാളം വ്യക്തികളുണ്ട് റഹ്മാനെ. ആ കടങ്ങൾ അള്ളാഹുവെ വീട്ടി തരണേ. ഏറ്റവും പെട്ടെന്ന് ആ കടങ്ങൾ കൊടുത്ത് വീട്ടി അള്ളാഹുവെ ആ കടത്തിൻ്റെ നിന്യതയും നിസാരതയിൽ നിന്ന് നീ ഞങ്ങളെ മാറ്റണേ റഹ്മാനെ. അള്ളാഹുവെ എല്ലാ നിലയിലും എല്ലാ ശുറൂത്ത് ഫറളുകളും അള്ളാഹുവെ പാലിച്ചുകൊണ്ട് നല്ല ഇടപാടുകളും കച്ചവടങ്ങളും നടത്തി നിൻ്റെ അനുഗ്രഹീത ദാസന്മാരായി മാറാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ സന്താനങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. എല്ലാ ഖൈറുകളും അവരുടെ ജീവിതത്തിൽ ദീനിയായ എല്ലാ താല്പര്യവും അതുപോലെ തന്നെ ദീനിനോടുള്ള ആ സ്നേഹവും അതുപോലെ തന്നെ മമതയും അതുപോലെ ദീനിനോടുള്ളതായ ആ താല്പര്യം അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് ഞങ്ങളെപ്പോലെ തന്നെ ഇബാദത്തുകൾ ശ്രദ്ധിക്കുന്ന നല്ല തലമുറയെ വാർത്തെടുക്കാൻ നീ തൗഫീക്ക് നൽകണേ റഹ്മാനെ. ആ തലമുറകളോളം നിൻ്റെ ദീനിനെ കാത്തു സൂക്ഷിക്കുന്ന നല്ല തലമുറകളെ അള്ളാഹുവെ നീ കാണാനും അനുഭവിക്കാനും തൗഫീക്ക് നൽകണേ റഹ്മാനെ. അവരുടെ ഇടപാടുകളിലെല്ലാം തന്നെ നീ ബർക്കത്തുകളും ഐശ്വര്യങ്ങളും നൽകി അവരുടെ പരീക്ഷകളിലും അതുപോലെ തന്നെ ഏതൊക്കെ ജോലികളിലും നീ അഭിവൃദ്ധി വിജയവും നീ നൽകണേ റഹ്മാനെ. അങ്ങനെ എല്ലാവർക്കും നിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നല്ല അടിമകളായി ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ റഹ്മാനെ. അള്ളാഹുവെ നീ ഈ പറയപ്പെടുന്ന ഈ നിന്റെ രാത്രങ്ങളിൽ അള്ളാഹുവെ നിന്നോട് തൗബ ചെയ്ത് അള്ളാഹുവെ നിന്നിലേക്ക് തൗബെ നസൂഹ ചെയ്ത് മടങ്ങാൻ നീ നമ്മൾക്ക് തൗഫീക്ക് നൽകണേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ധാരാളം അള്ളാഹുവെ ഹറാമുകൾ കണ്ടു, അതുപോലെ കാതുകൾ കൊണ്ട് ഹറാമുകൾ കേട്ടു, കൈകൾ കൊണ്ട് ധാരാളം ഹറാമുകൾ പ്രവർത്തിച്ചു, ഹൃദയങ്ങൾ കൊണ്ട് അള്ളാഹുവെ ധാരാളം കാര്യം ചിന്തിച്ചു. ഈ പാപങ്ങളെല്ലാം തന്നെ ഈ പരിശുദ്ധമായ ഈ പുണ്യ റമളാനിൻ്റെ ഈ രാവുകളിൽ നിൻ്റെ പള്ളിയിൽ തറാവി നമസ്കാരത്തിന് ശേഷം നിന്നോട് ഏറ്റു പറയുകയാണ് റഹ്മാനെ. എല്ലാ പാപങ്ങളും നീ പുറത്തു മാപ്പാക്കി നല്ലൊരു ജീവിതം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാ പാപങ്ങളും കഴുകി വൃത്തിയാക്കി ഏടുകളിൽ നന്മകൾ മാത്രമുള്ള നല്ല മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ദുആക്കളെ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ദുആക്കളെ സ്വീകരിക്കണേ റഹ്മാനെ. മരണം
വരുന്ന സമയത്ത് ഞങ്ങളിൽ ഏറ്റവും തൃപ്തനാകുന്ന അവസ്ഥയിൽ അള്ളാഹുവിനെ ഞങ്ങളെ വിളിപ്പിക്കണേ റഹ്മാനെ. ഷഹാദത്തിൻ്റെ വചനങ്ങൾ ചൊല്ലി അള്ളാഹുവെ നിന്നിലേക്ക് മടങ്ങാൻ നമുക്കും നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും അള്ളാഹു നീ തൗഫീക്ക് നൽകണേ റഹ്മാനെ. സത്യവിശ്വാസികളായിട്ടുള്ള ഇസ്ലാമിക രാജ്യങ്ങളിലുള്ള എല്ലാ ആൾക്കാർക്കും അള്ളാഹുവിൻ്റെ സമാധാനവും റാഹത്തും ഐശ്വര്യവും അള്ളാഹു നീ നൽകണേ റഹ്മാനെ. ഈ കാലഘട്ടത്തിലുള്ള എല്ലാ ഫിത്നകളും ഫസാദുകളിൽ നിന്നും അള്ളാഹുവെ, കുഴപ്പങ്ങളിൽ നിന്നും നാശനഷ്ടങ്ങളിൽ നിന്നും അള്ളാഹു നീ കാക്കണേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ധാരാളം പേരും വിദേശ രാജ്യങ്ങളിലും അതുപോലെ തന്നെ മറ്റ് ഇടപാടുകളിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് റഹ്മാനെ. അവരുടെ ജീവിതത്തിലെല്ലാ നന്മകളും അള്ളാഹു നീ കൊണ്ടു കൊടുക്കണേ റഹ്മാനെ. എല്ലാ ഹൈറായ നല്ല രീതിയിലുള്ള ജീവിതം അവർക്കും നമുക്കും നൽകി നിൻ്റെ നല്ല അടിമകളായി മാറാൻ നീ തൗഫീക്ക് നൽകണേ റഹ്മാനെ. ഞങ്ങൾ ദുആക്കളെ സ്വീകരിക്കണേ റഹ്മാനെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.